പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്കായി പഴയങ്ങാടി മേഖലയിലും ഏജൻസികൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. വളരെ സന്തോഷം കിട്ടാത്തതിൽ പെണ്ണുങ്ങൾ കുറച്ചെങ്കിലും അടുപ്പ് കത്തിക്കുമല്ല, ഇനി പിന്നോട്ട് പോകും ആള് ആയിട്ട് കുറച്ചും കൂടി കിട്ടാണ്ടാവും. അന്നേരം നല്ലോണം അടുപ്പെല്ലാം കത്തിപ്പിക്കുമ്പോൾ സാധാരണ ആവും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമാണ് പാചകവാതക ക്ഷാമം രൂക്ഷമാക്കിയത്. പഴയങ്ങാടി മേഖലയിലും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന അവസ്ഥയാണ്. സിലിണ്ടർ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഏജൻസികളിലേക്ക് എത്തുന്നത്. ദിവസം കഴിഞ്ഞാലേ ഒട്ടിപ്പി വരുമെന്ന് പറഞ്ഞു. ടെൻഷനിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാതെ പറ്റില്ലല്ലോ, പഠിക്കെല്ലാം പോകുന്നല്ലേ, അപ്പൊ പിന്നെ ഇതില്ലാതെ പറ്റുന്നില്ല. ആൾക്കാർ ഇതുപോലെ ഭയങ്കര പാനിക്കായിട്ട് പിന്നെ ഇപ്പം ഞാൻ തന്നെ 25 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് OTP വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവർ പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ട് OTP വരാത്തതെന്ന് ചെക്ക് ചെയ്യുന്ന ഇവർ പറയുന്നു, ഉള്ളിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. 25 ദിവസം കഴിഞ്ഞ് കറക്റ്റായിട്ട് OTP വരുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ സപ്ലയറുടെ കയ്യിലാണ് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സ്റ്റോക്ക് ഉണ്ടെന്നാണ് പുതിയുള്ള അറിവ്. ഇവിടെ ഇപ്പൊ എപ്പം വന്നാലും 10 മണിക്ക് മുമ്പേരൊക്കെ ഇവർ തുറക്കും. അങ്ങനെയാണ് എപ്പം വന്നാലും ബുക്ക് വാങ്ങിയിട്ട് അത് തീർന്നാൽ ഇതാക്കും. അത് സിസ്റ്റം ശരിയല്ല, അത് വേറെ തരാറാണ്. നമ്മളെ നിൽക്ക് കഷ്ടപ്പെട്ട് താങ്ങിയിരിക്കുകയാണ്. കാരണം എസ് മേക്കർ ജലബശ ആളാണ്, അസുഖമില്ല ആളാണ്. കിട്ടിയാൽ കിട്ടിയല്ല, എനിക്കൊന്ന് പാസ്സായതാണ്. പക്ഷെ അന്നത്തെ കാലിക്ക് സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടാണ്ടോ അത് ക്യാൻസലായി എന്ന് പറഞ്ഞു. ജനുവരി കൊടുത്തിട്ട് മാസമായിട്ട് വന്നതാണ്. കാലി സിലിണ്ടർ ഉണ്ടായിപ്പോയി. ഒരു ദിവസത്തെ ഗ്യാസായിട്ട് വന്നിട്ട് വാണിജ്യ സിലിണ്ടർ ലഭിക്കാത്തതിനാൽ പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. ബാക്കിയുള്ളവ മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. അതേസമയം വീടുകളിലേക്ക് ആവശ്യമായ സിലിണ്ടറുകൾ സ്റ്റോക്ക് ഉണ്ടെന്നും ബുക്ക് ചെയ്ത പ്രകാരം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുമാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.